ഹലോ. അപ്പോൾ ഇന്ന് 7-ാം തീയതി ഞായറാഴ്ച രാവിലെ എണീറ്റപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പോകാമെന്നുള്ളൊരു ആലോചനയിൽ ഓൺലൈൻ നോക്കി എവിടേക്ക് പോകാമെന്നുള്ള തീരുമാനിച്ച് അങ്ങനെ ഓക്സ്ഫോർഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടേക്ക് രാവിലെ ഒരു 8 മണിയായപ്പോൾ ഇറങ്ങി. ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ 8 മണിക്ക് ഇറങ്ങി ഒരു 10 മണിയോടുകൂടി എത്താമെന്നുള്ള രീതിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ യാത്ര മെയിനായിട്ട് 2 മോട്ടോർ വേ കൂടിയിട്ടാണ് പോകുന്നത്. M6ഉം M40 എന്ന് പറയുന്ന 2 മോട്ടോർ വേ കൂടിയിട്ടാണ് ഇതിൽ പോകുന്നത്. മോട്ടോർ വേക്ക് സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 മൈൽ പെർ അവർ ആണ്. 70 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 110 കിലോമീറ്റർ പെർ അവർ ഓൾമോസ്റ്റ് വരും. അതുകൊണ്ടാണ് ഈ 2 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുന്നത്. മൈല് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മൈലുകളുണ്ട്, 100 സംതിങ് മൈലുകളുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സർവീസിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ആദ്യത്തെ ലൊക്കേഷനായ പിറ്റ് റിവേഴ്സ് മ്യൂസിയം എന്നുള്ള അവിടേക്ക് ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോട്ടോർ വേ ഏരിയസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ അടുത്തേക്ക് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പിറ്റ് റിവേഴ്സ് മ്യൂസിയം. ഞങ്ങൾക്ക് ആദ്യം കാർ ഒരിടത്തിൽ പോയിട്ട് പാർക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ പാർക്കിംഗ് സ്പോട്ട് തപ്പി നടക്കുകയാണ്. ഒരു സ്ഥലത്ത് പോയപ്പോൾ പാർക്കിങ്ങിന് 2 മണിക്കൂറിന് 20 പൗണ്ട് റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും റേറ്റ് കൊടുത്തിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുതലാവില്ല എന്നുള്ളത് മനസ്സിലായിട്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടെന്ന് മനസ്സിലായത്. ഞങ്ങൾ നിൽക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ തോൺഹിൽ പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 16 മണിക്കൂറിന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഇവിടെ നിന്ന്, അതായത് ഈ പാർക്കിങ്ങിൽ നിന്ന് ഓക്സ്ഫോർഡ് സെൻറ്ററിലേക്കുള്ള ബസ് ഫെയർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് അങ്ങനെ പാർക്ക് ചെയ്തു. ഇവിടെയും ഓക്സ്ഫോർഡിൻ്റെ ഒരു മിനി കൂപ്പറിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കോളേജിൽ. അങ്ങനെ ബസ് ഇറങ്ങി ഓക്സ്ഫോർഡ് സെൻട്രലിലെത്തി. അങ്ങനെ ബസ് ഇറങ്ങി പിറ്റ് റിവേഴ്സ് മ്യൂസിയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാം കണ്ടു. അത് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ മാത്രമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത മ്യൂസിയം അവിടേക്ക് നടന്നു. അടുത്ത ലൊക്കേഷൻ നാഷണൽ സയൻസ് മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ UK തന്നെ ആദ്യത്തെ മ്യൂസിയം എന്നാണ് അത് പറയുന്നത്, സയൻസിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ മ്യൂസിയം. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. അതിൻ്റെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഈ 2 മ്യൂസിയം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും
ഏകദേശം ഒരു വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വിശപ്പ് അത്യാവശ്യമായി. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ അടുത്ത് തന്നെ ആയിട്ട് അവരുടെ ഓക്സ്ഫോർഡിലത്തെ ഒരു മാർക്കറ്റ് കണ്ടു. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ളതിൽ ആ മാർക്കറ്റിലേക്ക് പോയി. അടുത്തതായിട്ട് അവിടെ തന്നെ ഒരു വലിയൊരു മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വെസ്റ്റ് ഗേറ്റ് മാൾ എന്ന് പറഞ്ഞൊരു മാളുണ്ടാവും. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ചുമ്മാ കടകളിലൊക്കെ കയറി ഇറങ്ങി നടക്കാമെന്നുള്ള അങ്ങനെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഏകദേശം ഒരു 5 മണിയായപ്പോൾ അവിടുന്ന് പുറപ്പെട്ടു. ഒരു 7 മണിയാകുമ്പോൾ തിരിച്ചെത്താന്നുള്ള രീതിയിൽ അവിടുന്ന് വഴിക്ക് വെച്ചിട്ട് നല്ല വിശപ്പ് വന്നു. ഉച്ചയ്ക്ക് കഴിച്ചതൊന്നും കാര്യമായിട്ടാവാത്തതുകൊണ്ട് ബിർമിംഗ്ഹാമിൽ അവിടെ പോയിട്ട് അവിടുന്ന് അവിടെ ഒരു കടയിൽ കയറി ഫുഡും കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയത് തൊട്ട് ഏകദേശം ചെറുതായിട്ട് മഴ തുടങ്ങിയായിരുന്നു. അത് ഇങ്ങനെ കുറച്ച് സമയം ചെല്ലുന്തോറും ശക്തിയായി തുടങ്ങി. അതുമാത്രമല്ല മഴയും അതുപോലെ റോഡിൽ ബ്ലോക്കും എല്ലാം കൂടിയായി വീടെത്തിയപ്പോൾ ഏകദേശം ഒരു 9 മണിയായി. അങ്ങനെ ഒരു ദിവസത്തെ ഓക്സ്ഫോർഡ് ട്രിപ്പ് അവിടെ അവസാനിച്ചു. അപ്പോൾ ശരി, ബായ്.